ഹലോ ഓൾ, എല്ലാവർക്കും ബോട്ടണി മാസ്റ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ HS നാച്ചുറൽ സയൻസിൻ്റെ സിലബസ് വൈസുള്ള ക്ലാസ്സുകളാണ് ഇപ്പം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ മൊഡ്യൂൾ 2 മെറ്റബോളിസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഗ്ലൈക്കോലൈസിസ് ആണ് നോക്കാൻ പോകുന്നത്. ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്ലൈക്കോജനസിസും ഗ്ലൈക്കോജനോലൈസിസും ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഗ്ലൈക്കോലൈസിസ് ആണ്. അതിനുശേഷം ആ ഒരു ടോപ്പിക്കിൻ്റെ അടിയിൽ വരുന്നത് ക്രെബ്സ് സൈക്കിളും അതുപോലെ തന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനുമാണ്. അത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ തവണയും പറയുന്ന പോലെ വീഡിയോസ് എല്ലാം സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ 2 മൊഡ്യൂൾ ഒരുമിച്ചാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് കറക്റ്റായിട്ട് ഓർഡർ വൈസ് പ്ലേലിസ്റ്റിൽ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്ലൈക്കോലൈസിസ് നോക്കാം. സോ ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോലൈസിസിനെ നമ്മൾ എംഡൻ-മേയർഹോഫ് പാത്വേ എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, എംഡൻ-മേയർഹോഫ് പാത്വേ എന്നുകൂടി പറയുന്നുണ്ട്. ഇതൊരു അനറോബിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓക്കെ, അതായത് ഇതിന് ഓക്സിജൻ്റെ ആവശ്യമില്ല. ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോലൈസിസ്. അതുപോലെ ഈ ഗ്ലൈക്കോലൈസിസ് എവിടെ വെച്ച് നടക്കുന്നു? ഗ്ലൈക്കോലൈസിസ് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതുപോലെ ഇതൊരു 10 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഓക്കെ, ഒരു 10 സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോലൈസിസ് എന്നുള്ളത്. ഇനി ആരാണ് ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്ന പാത്വേ കണ്ടെത്തിയത്? ഇത് എംഡൻ-മേയർഹോഫ്, പാർനസ് ഇങ്ങനെ 3 വ്യക്തികൾ ചേർന്നിട്ടാണ് ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്ന പാത്വേ കണ്ടെത്തിയത്. ഒന്നുകൂടി പറയാം, എംഡൻ-മേയർഹോഫ്, പാർനസ് ഇവർ 3 പേരും ചേർന്നിട്ടാണ് ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്ന ഈ ഒരു പാത്വേ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിനെ EMP പാത്വേ എന്നും പറയുന്നുണ്ട്. ഓക്കെ, EMP പാത്വേ എന്ന് കൂടെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലൈക്കോലൈസിസിലുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്. സോ ആദ്യം തന്നെ ഇവിടെ ഗ്ലൂക്കോസ് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂക്കോസ് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാർബണിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ആണ്. ഈ ഗ്ലൂക്കോസ് ആദ്യം ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതായത് ഗ്ലൂക്കോസിൻ്റെ 6ാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നത്. ഇനി എവിടെ നിന്നാണ് ഈ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കിട്ടിയത്? അതായത് ഇവിടെ ATP യൂസ് ചെയ്തുകൊണ്ടാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കിട്ടിയത്. ATP ADPയും അതുപോലെ തന്നെ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ ഫോം ചെയ്തിട്ടുള്ള ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ATPയിൽ നിന്നും ഫോം ചെയ്തിട്ടുള്ള ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഗ്ലൂക്കോസിൻ്റെ 6ാമത്തെ പൊസിഷനിൽ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഫോം ചെയ്തത്. ക്ലിയർ ആയല്ലോ? ഇനി ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. അതായത് അവിടെ ഒരു ഐസോമറൈസേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ഐസോമറൈസേഷൻ പ്രോസസ്സ് നടന്നു. അതായത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. അടുത്തത് ഈ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ആയിട്ടാണ് മാറുന്നത്. അതായത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, അതായത് ഇപ്പം ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന രൂപത്തിലാണ്. അത് ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. അതായത് ആ ഫ്രക്ടോസിൻ്റെ 6ാമത്തെ പൊസിഷനിൽ ഓൾറെഡി ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അതുകൂടാതെ 1ാമത്തെ പൊസിഷനിൽ അടുത്തൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടി വന്നിരുന്നു. എങ്ങനെയാണ് ഫോസ്ഫേറ്റ് കിട്ടിയത്? വീണ്ടും ATP ADPയും ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഫോസ്ഫേറ്റ് ആണ് ഫ്രക്ടോസിൻ്റെ 6ാമത്തെ പൊസിഷനിൽ വന്നിരുന്നത്. അങ്ങനെയാണ് ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ഫോം ചെയ്തത്. ഇതും ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്. ഓക്കെ, അടുത്തത് ഈ 6 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട്
രണ്ട് 3 കാർബൺ കോമ്പൗണ്ട്സ് ഫോം ചെയ്തു. ഒന്ന് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. ഓക്കെ, അപ്പം രണ്ട് 3 കാർബൺ കോമ്പൗണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്തത്. ഒന്നാമത്തെയാണ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്, ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. രണ്ടാമത്തെയാണ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. ഓക്കെ, ആൻഡ് ഈ രണ്ട് 3 കാർബൺ കോമ്പൗണ്ട്സും ഇന്റർ കൺവേർട്ടബിൾ ആണ്, അതായത് ഇവരെന്താണ്, ഐസോമേഴ്സ് ആണ്. ഓക്കെ, ഇനി ഇതിൽ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് എന്ന ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. ഓക്കെ, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഈ ഒരു സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, NADന്റെ ഓക്സിഡേഷൻ നടന്നിട്ട് ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഡീഹൈഡ്രജനേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റെപ്പിൽ NAD എന്തായിട്ട് മാറുന്നു, NADH+H+ ആയിട്ട് മാറുന്നു. എന്നിട്ടാണ് 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്നു. അതായത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവ് ചെയ്യപ്പെട്ടു. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആണ്. 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്നു. അതായത് ഈ ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡിന്റെ ഒന്നാമത്തെ പൊസിഷനിൽ ഉണ്ടായിരുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവ് ചെയ്യപ്പെട്ടു. എങ്ങോട്ടാണ് ഇത് റിമൂവ് ചെയ്യപ്പെട്ടത്? അതായത് ഈ ഒരു സ്റ്റെപ്പിൽ ADP അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറി. അതായത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ATP പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. അങ്ങനെ 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഫോം ചെയ്തു. ഇനി ഈ 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് നമ്മൾ പറഞ്ഞു 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡിൽ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളത്. ഇനി ആ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നേരെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വേറെ ഒരു മാറ്റവും അവിടെ സംഭവിക്കുന്നില്ല. അതായത് ആ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്റെ പൊസിഷൻ ജസ്റ്റ് ഒന്ന് മാറിയിട്ട് ഇത് 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ 2 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ 2 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. 2 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. ഈ ഒരു സ്റ്റെപ്പിൽ വാട്ടർ റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് ഇനോലേഷൻ ആണ് ഇവിടെ നടക്കുന്നത്, വാട്ടർ റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തത് 2 ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, 2 ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. അവിടെയും ഒരു ATP ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്രയുമാണ് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്ന ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതിലെ 10 സ്റ്റെപ്പുകൾ. ഇനി ഇവിടെ എവിടേക്കാണ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എവിടേക്കാണ് ATP യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ ഉണ്ടായിട്ടുള്ള എൻസൈംസ് ഏതൊക്കെയാണെന്നും കൂടി നമുക്ക് അറിയാം. ഓക്കെ, അപ്പം എവിടെയൊക്കെയാണോ ATP യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ ATP പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, ആ ഭാഗങ്ങളിലുള്ള എൻസൈംസ് എല്ലാം കിനേസ് എന്ന് പറയുന്ന എൻസൈം വിഭാഗത്തിലാണ്. ഓക്കെ, അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്യുന്ന എൻസൈമാണ് ഹെക്സോകിനേസ്. ഓക്കെ, അവിടെ യൂസ് ചെയ്യുന്ന എൻസൈമാണ് ഹെക്സോകിനേസ്. പിന്നെ എവിടെയാണ് ATP യൂട്ടിലൈസ് ചെയ്തത്? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്ന സമയത്ത് ATP യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ യൂസ് ചെയ്യപ്പെടുന്ന എൻസൈമാണ് ഫോസ്ഫോഫ്രക്ടോകിനേസ്. ഇനി അടുത്തത് പിന്നെ ATP ആയിട്ട് മാറുന്നത് 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്താണ്. 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്താണ്. അവിടെ യൂസ് ചെയ്യപ്പെടുന്ന എൻസൈമാണ് ഫോസ്ഫോഗ്ലിസറിക് കിനേസ്. ഓക്കെ, ഫോസ്ഫോഗ്ലിസറിക് കിനേസ്. പിന്നെ ATP ആയിട്ട് മാറുന്നത് ലാസ്റ്റ് സ്റ്റെപ്പിലാണ്. അതായത് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്താണ്. അവിടെ യൂസ് ചെയ്യുന്ന എൻസൈമാണ് പൈറുവിക് കിനേസ്.
പൈറുവിക് കിനേസ്. ഇനി ബാക്കിയുള്ള എൻസൈംസും കൂടി നോക്കാം. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നത് അവിടെ യൂസ് ചെയ്യപ്പെടുന്ന എൻസൈം ഫോസ്ഫോ ഗ്ലൂക്കോ ഐസോമറൈസ്. കാരണം എന്താണ്? അതൊരു ഐസോമറൈസേഷൻ പ്രോസസ്സാണ് അല്ലേ. അപ്പം അവിടെ യൂസ് ചെയ്യപ്പെടുന്ന എൻസൈമാണ് ഫോസ്ഫോ ഗ്ലൂക്കോ ഐസോമറൈസ്. അടുത്തത് ഫ്രക്ടോസ് 6-1,6 ബിസ്ഫോസ്ഫേറ്റ് 2 3 കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ യൂസ് ചെയ്യപ്പെടുന്ന എൻസൈമാണ് എൽഡോലേസ്. ഓക്കെ, എൽഡോലേസ് എന്ന് പറയുന്ന എൻസൈമാണ് അവിടെ ഉള്ളത്. അടുത്തത് ഈ 2 3 കാർബൺ കോമ്പൗണ്ട്സും അവർ ഐസോമറൈസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ആ ഭാഗത്ത് ആ ഒരു ഐസോമറൈസേഷൻ രണ്ടും ഇന്റർ കൺവേർഷൻ നടക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന എൻസൈമാണ് ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറൈസ്. ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറൈസ്. അടുത്തത് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന 3 കാർബൺ കോമ്പൗണ്ട് 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്ന ആ ഒരു സ്റ്റേജിൽ ഉള്ള എൻസൈമാണ് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ്. കാരണം ആ ഒരു സ്റ്റെപ്പിൽ ഡീഹൈഡ്രോജനേഷൻ നടക്കുന്നുണ്ട്, വാട്ടറിൻ്റെ റിമൂവൽ നടക്കുന്നുണ്ട്. അപ്പം ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് G3P ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈമാണ് അവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. പിന്നെ വരുന്നത് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്നു. അതായത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്റെ പൊസിഷൻ 3-ാമത്തെ സ്ഥാനത്ത് നിന്ന് 2-ാമത്തെ സ്ഥാനത്തേക്ക് മാറി എന്ന് പറഞ്ഞു. അവിടെ ഉള്ള എൻസൈമാണ് ഫോസ്ഫോഗ്ലിസറിക് മ്യൂട്ടേസ്. ഫോസ്ഫോഗ്ലിസറിക് മ്യൂട്ടേസ്. അടുത്തത് 2-ഫോസ്ഫോഗ്ലിസറേറ്റ് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആയിട്ട് മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഇനോലേഷൻ നടക്കുന്നുണ്ട്, വാട്ടർ റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലുള്ള എൻസൈമാണ് എനോലേസ്. ഇനോലേസ് എൻസൈം. ഓക്കെ, അപ്പം ഇത്രയുമാണ് 10 സ്റ്റെപ്പുകൾ, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈമുകളും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ടോട്ടൽ നെറ്റ് ഗെയിൻ ഓഫ് ATPയും NADH2ഉം എത്രയാണ് എന്നുള്ളതാണ്. നെറ്റ് ഗെയിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ 2 സ്റ്റെപ്പിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ATP യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്തത്. രണ്ടാമത്തെ, അതായത് ഈ ഒരു 2 3 കാർബൺ കോമ്പൗണ്ട്സ് ഫോം ചെയ്തല്ലോ സ്പ്ലിറ്റ് ആയിട്ട്, ആ സമയത്ത് മുതലാണ് ATP പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2 ATP ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അതായത് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്ന ഈ ഒരു സ്റ്റേജ് വരെ 2 ATP ആണ് യൂസ് ചെയ്യപ്പെട്ടത്. ഓക്കെ, അതുപോലെ നമ്മൾ പറഞ്ഞു ഇവർ ഐസോമറൈസ് ആണ്, അതായത് ഇന്റർ കൺവേർട്ടിബിൾ ആണ്. അപ്പോൾ അത് ഈ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് മാത്രമല്ല പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നത്, ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. അതായത് ഈ സെയിം സ്റ്റെപ്പുകൾ ഇവിടെയും നടക്കുന്നുണ്ട്. അതായത് ഇവിടെ എത്ര ATP ആണോ ഫോം ചെയ്യപ്പെട്ടത് അത്രയും ATP തന്നെ ഈ ഭാഗത്തും ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 ATP ആണെങ്കിൽ ഇവിടെയും 2 ATP, മൊത്തം 4 ATP. അതുപോലെ തന്നെ 2 NADH2 ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, 4 ATP 2 NADH2 ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ടോട്ടൽ എത്ര ഗെയിൻ ചെയ്തു, നെറ്റ് ഗെയിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സെക്ഷനിൽ 4 ATP ആണ്. പക്ഷേ 2 ATP ഇതിന് മുന്നേ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യണം. അപ്പോൾ നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് 2 ATPയും അതുപോലെ തന്നെ 2 NADH2 ആണ്. നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് 2 ATP 2 NADH2 ആണ്. ഇനി ഈ ഒരു NADH2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് 3 ATP ആണ് ഫോം ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു NADH2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 3 ATP. അപ്പം 2 NADH2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 6 ATP. അപ്പം ടോട്ടൽ എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടോട്ടൽ ATP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 6ഉം അതുപോലെ തന്നെ 2ഉം 8 ATP എന്ന് പറയാൻ പറ്റും. ഇനി അതല്ല സെപ്പറേറ്റ് ആയിട്ട് ATP എത്ര NADH2 എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 2 ATP 2 NADH2 എന്ന് പറയണം. നേരെ മറിച്ച് ടോട്ടൽ ATP അല്ലെങ്കിൽ ടോട്ടൽ എനർജി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ 8 എന്നുള്ള ആൻസർ ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഗ്ലൈക്കോലൈസിസിൽ പറയാനുള്ളത്. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.